രാജ്യത്ത് കടൽ മാർഗം ഭീകരാക്രമണം നടക്കുമെന്ന മുന്നറിയിപ്പുമായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. പിന്നാലെ രാജ്യത്ത് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുരക്ഷാ ഏജൻസികൾ. പാകിസ്ഥാനിലും POJKയിലുമായി 5000 ഭീകരർക്ക് സമുദ്ര അധിഷ്ഠിത യുദ്ധമുറകളിൽ പരിശീലനം നൽകിയെന്നാണ് കണ്ടെത്തൽ. ഭീകരർക്ക് പരിശീലനം ലഭിച്ചത് സ്കൂബ ഡൈവിംഗ്, ഹൈസ്പീഡ് ബോട്ട് ഓപ്പറേഷൻ തുടങ്ങിയവയ്ക്കാണ്. തിരഞ്ഞെടുക്കപ്പെട്ട 300 ഭീകരരെ ലഷ്കർ-ഇ-തോയിബ പ്രത്യേക ദൌത്യങ്ങൾക്കായി നിയോഗിച്ചു. മുരദ് കെ, ബഹാവൽപൂർ, മുസാഫറാബാദ് എന്നിവിടങ്ങളിൽ ഭീകര പരിശീലന ക്യാമ്പുകൾ സജീവമെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു. നന്ദഗോപനുണ്ട് വിവരങ്ങൾ നൽകാൻ. നന്ദഗോപൻ, വളരെ നിർണായകമായ വിവരങ്ങളാണല്ലോ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. അതായത് കടൽ മാർഗം ഭീകരാക്രമണം നടത്താനുള്ള എല്ലാ പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന്. ഏതായാലും സുരക്ഷാ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എപ്പോഴാണ് കിട്ടിയത്? എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ, ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഏർപ്പെടുത്തിയിരിക്കുന്നത്? പ്രത്യേകിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ നോക്കി കാണാം ഇതിനെ? അശ്വതി, രഹസ്യാന്വേഷണ വിഭാഗം, അതായത് ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പലതുണ്ട്. ആ ഏജൻസികൾക്ക് ലഭിച്ച നിർണായക വിവരങ്ങളാണ്. അതായത് കടൽ മാർഗം ഭാരതത്തെ ആക്രമിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് അത്തരം ഭീകരാക്രമണങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. അതായത് സ്ക്യൂബ ഡൈവിങ്ങിലൂടെയും മറ്റും നമ്മുടെ തുറമുഖങ്ങളിലും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കപ്പലുകളിലുമൊക്കെ തന്നെ എത്തി അത് അവിടെ തകർക്കുന്ന ലക്ഷ്യങ്ങൾ, അത്തരം ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഭീകരർ നോട്ടമെടുത്തത്. ഒപ്പം തന്നെ നമ്മുടെ തീരസംരക്ഷണ സേനയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഹൈസ്പീഡ് ബോട്ടുകളിൽ പോകുവാനുള്ള പരിശീലനങ്ങളടക്കം ലഭിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 5000-ലധികം യുവാക്കളെ ഇതിനായി റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിക്രൂട്ട് ചെയ്ത യുവാക്കൾക്ക് ഈ മുറിക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ലഷ്കർ-ഇ-തോയിബയുടെ ആസ്ഥാനമടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യക്തമായ പരിശീലനം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ POKയിൽ മംഗള ഡാം അടക്കമുള്ള സ്ഥലങ്ങളിലാണ് സ്ക്യൂബ ഡൈവിംഗ് അടക്കമുള്ള പരിശീലനങ്ങൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ കവചമാണ് ഈ നമ്മുടെ ഭാരതത്തിൻ്റെ തീരമേഖലയിലാകെ ഒരുക്കിയിട്ടുള്ളത്. മുംബൈ ഭീകരാക്രമണം പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടുവാൻ വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള മുൻകരുതലുകളും സ്വീകരിച്ചു എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഏതായാലും ലഷ്കർ-ഇ-തോയിബ ഭീകരരാണ് ഇതിനുവേണ്ടി കൃത്യമായ പരിശീലനം നൽകിയിട്ടുള്ളത്. 300, അതായത് ഈ 5000-ൽ ഏതാണ്ട് 300ഓളം പേരെ പ്രത്യേകമായി അതിവിദഗ്ധ പരിശീലനം നൽകി എന്നുള്ളതും അത്തരം വിവരങ്ങളും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഭാരതത്തെ ആക്രമിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ തക്കം പാർത്തിരിക്കുന്നു. അത് കടൽ മാർഗമുള്ള ആക്രമണങ്ങളായിരിക്കും ഉണ്ടാകുക. അത്തരം കടൽ മാർഗമുള്ള ആക്രമണങ്ങൾക്ക് ലഷ്കർ-ഇ-തോയിബ തയ്യാറെടുക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകം പരിശീലനം യുവാക്കൾക്ക് നൽകി. സ്ക്യൂബ ഡൈവിംഗ് അടക്കമുള്ള വിദഗ്ധ പരിശീലനമാണ് നൽകിയിട്ടുള്ളത്. ഈ പരിശീലനം ലഭിച്ച ശേഷം ഇവരെ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് അയക്കുവാൻ, കടൽ മാർഗം അയക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ലഷ്കർ-ഇ-തോയിബ അടക്കമുള്ള ഭീകരവാദ ശക്തികൾ നടത്തുന്നത്. എന്നാൽ ഭാരതത്തിൻ്റെ തീരസംരക്ഷണ സേന, ഒപ്പം തന്നെ നേവി അടക്കമുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ സർവ്വസജ്ജീയമായി തന്നെ ഈ തീരമേഖലയിൽ നിറയൊഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നന്ദൻ, അങ്ങനെ തന്നെയാണ് വിവരങ്ങൾ. എന്തായാലും ആശങ്കാജനകമായ റിപ്പോർട്ടാണെങ്കിലും നമ്മുടെ സേന അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും പൂർത്തിയായി, എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും, ആർക്കും അങ്ങനെയൊന്നും നുഴഞ്ഞു കയറാൻ പറ്റില്ല എന്ന തരത്തിലുള്ള നന്ദഗോപൻ, അതായത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ കരുത്ത് കൂടി വ്യക്തമാക്കുന്നതല്ലേ ഈ റിപ്പോർട്ട്? അതായത് എത്ര എവിടെയൊക്കെ ആരൊക്കെ ഭാരതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും ആ നിമിഷം തിരിച്ചറിയുന്ന രഹസ്യാന്വേഷണ വിഭാഗം അല്ലേ? തീർച്ചയായിട്ടും ഭാരതത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇൻ്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളും, ഒപ്പം തന്നെ ഭാരതത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന റോയ് അടക്കമുള്ള സംവിധാനങ്ങളുമൊക്കെ തന്നെ എത്രമാത്രം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ദൗത്യം എത്രമാത്രം വിജയകരമായി അവർ പൂർത്തിയാക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്തരം ഭീകരർ പരിശീലനങ്ങൾ നൽകിയതും അത് ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് എന്നുള്ളത് തിരിച്ചറിയുന്നതും ആ പരിശീലന മുറകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതും. ഇതെല്ലാം വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ചെയ്തതിൻ്റെ
ഫലമാണ്. ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ സമാധാനമായി ഓരോ ഭാരതീയനും ഇവിടെ ഉറങ്ങാൻ സാധിക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ സേനാ വിഭാഗങ്ങൾ സജ്ജമായി നിലയുറപ്പിച്ചതുകൊണ്ടാണ് ഓരോ ഭാരതീയനും ഇന്ന് മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ വിവിധ യുദ്ധങ്ങളുമൊക്കെ തന്നെ നടക്കുമ്പോൾ ഭാരതത്തിൽ ഓരോരുത്തരും വളരെ സുരക്ഷിതരായി മുന്നോട്ട് പോകുന്നത്. ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ചടുലതയും ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ സുരക്ഷാ സേനയുടെ ഒക്കെ തന്നെ അതിവിദഗ്ധമായി അവർക്ക് ലഭിച്ച പരിശീലനങ്ങൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഭീകരശക്തികളെ നേരിടുന്നതുമൊക്കെയാണ്. ഏതായാലും ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നത്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ വിവിധ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവൽ ഷിപ്പുകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ നമ്മുടെ അറേബ്യൻ സീ അടക്കമുള്ള മേഖലകളിൽ സജീവമായി തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലും അത്തരം പഴുതടച്ചുള്ള സുരക്ഷയാണ് എല്ലാ മേഖലകളിലും ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ. അതുകൊണ്ട് ഒരു തരത്തിലും ഭയാനകമായ ഒരു സാഹചര്യം ഒരു തരത്തിലും ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളതും ഇനി ഏതെങ്കിലും തരത്തിൽ കടൽ മാർഗം കരയിലേക്ക് എത്തിയാൽ അവിടെയും നേരിടുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ വിവിധ സേനാ വിഭാഗങ്ങൾ തയ്യാറാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും കടൽ മാർഗം ഭീകരാക്രമണത്തിനുള്ള നീക്കം നടക്കുന്നു. അത് മുളയിലെ നുള്ളും തീർച്ചയായും ഉറപ്പാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ നന്ദഗോപൻ.